ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്നാസ് കോർണർ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഫിഷ് മോളിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ ആ ബെല്ലൈക്കൺ ഓളൊന്നും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1 കിലോ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചത്, അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് നെടുകെ പിളർന്നത്, ഒരു വലിയ തക്കാളി വട്ടത്തിൽ മുറിച്ചെടുത്തത്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ: മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കടുക്, 2 പീസ് ഏലക്ക, ആവശ്യത്തിന് കറിവേപ്പില, ഒരു തേങ്ങയുടെ പാല്, തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, ഇതിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ആവോലിയുടെ പീസസ് ആണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നാരങ്ങയുടെ നീരില്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടാണെങ്കിലും മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറത്തേക്കിന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ചൂടായി വരുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത്, വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കാം. മുക്കാലായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. മീൻ വറുത്ത് സാധാരണ കഴിക്കുന്ന പോലെ അത്രയും അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് നമുക്കൊന്ന് മുരിച്ചെടുത്തിട്ട് പാത്രത്തിൽ നിന്നും മാറ്റി വെക്കാം. ഫിഷ് മോളി ഉണ്ടാക്കാൻ നല്ല മീനുകൾ നെയ്മീൻ, ആവോലി, കരിമീൻ, ഇതൊക്കെയാണ്. അല്ലാത്ത മീനും കൊണ്ടും ഫിഷ് മോളി ഉണ്ടാക്കാൻ പറ്റും. എന്നാലും കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷസ് ഇതൊക്കെയാണ്. അപ്പം മീൻ കഷ്ണങ്ങൾ കുറച്ച് ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ഒരു ചട്ടി ആ സമയത്ത് നമുക്ക് ചൂടാവാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ എണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ആ എണ്ണ തന്നെ ഇതിൽ ചൂടോടുകൂടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളക് പിളർന്നത് ചേർത്ത് കൊടുക്കുന്നു. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്തോണം പച്ചമുളക്. ഇതിൽ നമ്മൾ കുരുമുളകും പച്ചമുളകും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, ചുവന്നുമുളക് ആഡ് ചെയ്യുന്നില്ല. അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് മാറട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവോളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് സവോളയാണല്ലോ ഇപ്പം മിക്കവാറും എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഒരു ട്രാൻസ്പെറൻറ്റ് കളറൊക്കെ ആയി വരുമ്പോൾ അത്രമാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പം നമുക്കിത് പെട്ടെന്ന് വഴന്ന് വരാം. ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനെ ആ പച്ചച്ചൊവ്വയൊക്കെ ഒന്ന് മാറി ഏകദേശം ഒന്ന് വഴന്നൊക്കെ വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിലർ ആദ്യമേ തന്നെ കറിവേപ്പില ആഡ് ചെയ്യും. അപ്പം കറിവേപ്പില, നനഞ്ഞ കറിവേപ്പില കൊണ്ട് എടുത്തിടുമ്പം പെട്ടെന്ന് എണ്ണയൊക്കെ അങ്ങ് പൊട്ടിത്തെറിച്ച്, അങ്ങനെ എണ്ണ പെട്ടെന്ന് തെറിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഏലക്ക എടുത്ത് വെച്ചിരുന്നല്ലോ, അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഏലക്ക ഇതിൽ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. സാധാരണ അങ്ങനെ എല്ലാവരും ഏലക്ക ഒന്നും ചേർത്ത് കൊടുക്കാറില്ല, പക്ഷെ നല്ല ഒരു ഫ്ലേവറാണ് ഇതിന്. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ പച്ച ചുവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു തേങ്ങയുടെ
പാലുണ്ട്. ഒരു തേങ്ങയുടെ പാല് നമ്മൾ മിക്സിയിൽ ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാല് മാറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ രണ്ടാം പാല് എടുത്തേക്കുന്നത്. ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പീസസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് ഇട്ട് കൊടുക്കണം. മീൻ കഷ്ണങ്ങൾ ചേർത്ത ഗ്രേവിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഒന്ന് നന്നായിട്ട് ഇളക്കി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് നല്ല കറിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിരുന്നു. ചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒരു തണ്ട് കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ഇതിൽ ആവശ്യമുള്ളവർ, പുളി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, ഒരു ഓപ്ഷണലായിട്ടുള്ള സ്റ്റെപ്പാണ്. 1 നാരങ്ങയുടെ മുറിയും കൂടെ പിഴിഞ്ഞു വെച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇച്ചിരി പുളി ഉള്ളതാണ് ഇഷ്ടമുള്ളത്, അപ്പോൾ ഞാൻ 1 നാരങ്ങ പിഴിഞ്ഞും കൂടെ അതിൽ ചേർത്ത് കൊടുത്തേക്കുന്നു. എന്നിട്ടിത് ഒന്ന് കുറച്ച് നേരത്തേക്കിനെ അടച്ചു വെച്ചിട്ട് നമുക്കിത് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ ബെല്ലൈക്കൺ ഓൾ ഒന്നും കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.